ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു 12:30 കഴിഞ്ഞപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എണീറ്റപ്പോഴും ലേറ്റായി. ഇവരൊക്കെ രാവിലെ തന്നെ എണീറ്റു. ഞാനും കുഞ്ഞാപ്പനും അങ്കും എണീറ്റപ്പോൾ 8:30 കഴിഞ്ഞു. കാച്ചുമാണ് കേട്ടോ ഞങ്ങളെ വന്ന് എണീപ്പിച്ചത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം പുറത്ത് നിന്ന് ചായയൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ പുറത്ത് ഒത്തിരി ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാച്ചു ഇവിടെ പാത്രമായിട്ട് ചാമ്പങ്ങ പറിക്കാൻ വന്ന് നിൽക്കുകയാണ്. പക്ഷേ ചാമ്പങ്ങ മരത്തിൽ നിറയെ മുഷറാണ്. അതുകൊണ്ടത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നന്നായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു. കാച്ചുവിൻ്റെ മേത്തൊക്കെ വീണ് കാച്ചു ഉടുപ്പിടാത്ത കാരണം കാച്ചുവിൻ്റെ വയറിലൊക്കെ പിടിച്ച് കടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ അവനത് പറിച്ചെടുത്തു. മുഷറും കൂടുള്ള കാരണം നമുക്ക് പറിക്കാൻ കുറച്ച് പാടായിരിക്കും. അയ്യോ അതെങ്ങനെ പറിക്കോടാ? കടിക്കൂടാ. ഇതെവിടെ ഉണ്ട്? പക്ഷെ ഇതിലും മുഷറ പഴുത്തതല്ലേ നടുക്ക് കിടക്കണം. അത് പറിക്കും. ഞാൻ പറിക്കാം. ഇതൊന്ന് പറിക്കാമോ? എവിടെ അത് കാണാൻ ഇതാ പറിച്ച് കാണിച്ചു തരാം. പക്ഷെ മുഷറ് കടിക്കും. നമുക്ക് ഉപ്പിട്ടാലോ? ഇങ്ങനെ ഇട്ടാ പോരെ? ഒരുപാടാക്കണ്ടല്ലോ. വേണ്ട. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചാമ്പങ്ങ മുളകിട്ടതാണ് കഴിച്ചത്. ഇനി വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചപ്പാത്തിയും ബ്രെഡും ചിക്കൻ കറിയും ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന് ഫോർട്ട് കൊച്ചി വരെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവാണ്. ഞങ്ങൾ വീട്ടിൽ പോയി റെഡിയായി നിൽക്കുമ്പോഴത്തേക്കും ഇവരും റെഡിയായി ചേർത്തലേ വരും. എന്നിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടായ പത്മ കഫേയിൽ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി. അപ്പം മാമനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ പത്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും മാമിയും കാച്ചും കൂടെ അകത്തേക്ക് പോയിരുന്നു. നമ്മൾ അവിടെ ചെന്ന് നേരത്തെ ടോക്കൺ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് പോയതാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് നേരം പുറത്തിരുന്നിട്ട് നമുക്ക് അകത്ത് സീറ്റ് കിട്ടി. ഞാനും കുഞ്ഞാപ്പനും അമ്മയും മാമിയും കൂടെയാണ് ഇരുന്നത്. അവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. നമ്മളുടെ അപ്പുറത്ത് കുറച്ച് ദൂരമായിട്ടാണ് അവർക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി സദ്യ കഴിച്ചു. ഇവിടെ മെയിനായിട്ടും എനിക്കിഷ്ടം ഇവിടുത്തെ പായസമാണ്. അപ്പോൾ NHലൊക്കെ ഫുള്ള് ബ്ലോക്കായ കാരണം ഞങ്ങളൊരു ഷോർട്ട് കട്ട് പിടിച്ചാണ് പോകുന്നത്. ചെല്ലാനം ബീച്ച് വഴിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴി വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സൈഡിലൊക്കെ കുറേ പാടവും പിന്നെ കുമ്പളങ്ങി വഴിയൊക്കെ പോവുകയാണെന്നെങ്കിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത റോഡും ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. NH കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കും കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോഴത്തേക്കും എന്താണെങ്കിലും ഈവനിങ് ആവും. അപ്പോൾ ചെല്ലാനം ബീച്ച് വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിതാ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചി വരുന്നത്. മാമൻ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അവർ സൈഡിൽ കൂടെ പോകുന്നത് കാശ് അവരുടെ പേരിലൂടെ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇവിടുത്തെ പാർക്കിലാണ്. അപ്പോൾ കാച്ചുവിനും അങ്കുവിനും ഇനിയിപ്പോൾ എല്ലാത്തിലും കയറി ഇറങ്ങി നടക്കാനുള്ള ടൈമാണ്. കാച്ചു ആണെങ്കിൽ പാർക്ക് കണ്ടപ്പോൾ എവിടെയൊക്കെ കയറണമെന്ന് പറഞ്ഞ് ഓടി നടക്കുമായിരുന്നു. അതിനിടക്കാണ് ഇതേ ഫോട്ടോ എടുക്കാൻ പിടിച്ചിരുത്തിയത്. പക്ഷേ കാച്ചുവിൻ്റെ ശ്രദ്ധ മൊത്തം അവിടുത്തെ റൈഡിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈവനിങ് ആയെങ്കിലും ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ ബീച്ചിലേക്ക് നോക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല സൺലൈറ്റ് അടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതുവഴി നടന്നു. പിന്നെ ഇവിടെ വെയിറ്റ് നോക്കാനായിട്ട് നിന്നു. എല്ലാവരുടെയും വെയിറ്റ് നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാംഗോ വാങ്ങി.
പിന്നെ കുറച്ച് നേരം അവിടെ ബീച്ചിൻ്റെ സൈഡിൽ പോയി നിന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി എന്നാൽ കുറച്ച് നേരം പോയി ചായയൊക്കെ കുടിച്ചിട്ട് വെയിലൊന്ന് കുറയുമ്പോഴത്തേക്കും ഇറങ്ങാമെന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെയും കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെയൊക്കെ പോയി നിന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി. അങ്ങനെ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് വീണ്ടും പാർക്കിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഒരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തത്. മാമനായിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലാൻ. മാമൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സുമായിട്ട് ഇവിടെ ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെയും കൂടെ കൊണ്ടുപോയി ഇന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ ചേർത്തലയിൽ പള്ളിപ്പുറത്ത് വഞ്ചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ കുറച്ച് നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ മെയിനായിട്ടും മന്തിയാണ്. കുഞ്ഞാപ്പൻ മന്തിയാണ് പറഞ്ഞത്. ആസ് യൂഷ്വൽ ഞാൻ ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഫാമിലിക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിളൊക്കെ ഒരുമിച്ചിട്ട് തന്നു. പിന്നെ അതുമാത്രമല്ല, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അപ്പുറത്ത് അവരുടെ വീട്ടിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യിപ്പിച്ചത്. പിന്നെ ഫുഡാണെങ്കിലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇനി വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.